ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യനെക്കുറിച്ച് ധാരാളം സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സുബ്രഹ്മണ്യ കീർത്തനം അതിലൊന്നാണ്. അതിൽ ഒരു സ്ഥലത്ത് ഗുരു സൂചിപ്പിക്കുകയാണ്, ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞ് ആയുരാന്തം വരും മുൻപ് ബോധക്കേടൊക്കെ മാറ്റിത്തരാം. അപ്പോൾ ജ്യോതിശ്ചക്രം കണക്ക് എൻ്റെ മനം ഇങ്ങനെ മറിഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആയുരന്തം വരും, മരിച്ചു പോകും. അപ്പോൾ പറയുന്നു, അതിനു മുൻപ് എൻ്റെ ബോധക്കേടൊക്കെ ഒന്ന് നീക്കിത്തരണം, അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സുബ്രഹ്മണ്യനെ പൊതുവെ അറിവിൻ്റെ ഒരു ദേവതയായി, ജ്യോതിഷികളൊക്കെ ജ്യോതിഷം പറയുന്നതിന് മുൻപ് അതിൻ്റെ ഉപാസനാ ദേവതയായിട്ട് സുബ്രഹ്മണ്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ട പല കൃതികളിലും ഈ സുബ്രഹ്മണ്യനെ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാധകൻ ഈ സംസാരത്തെക്കുറിച്ച്, ഈ സംസാര ചക്രത്തെക്കുറിച്ച്, ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് സാധകൻ. അവൻ ജിജ്ഞാസുവാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്നു, എൻ്റെ മനസ്സ് ജ്യോതിശ്ചക്രം കണക്ക് ഇങ്ങനെ അതിഭയങ്കരമായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിങ്ങനെ നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ ഇടയ്ക്ക് ആയുസ് അറ്റുപോകുന്നു. അതായത് ഈ ശരീരം ഉപേക്ഷിക്കേണ്ട മരണം എന്ന് നമ്മൾ സാധാരണ പറയും. ആയുരന്തം, ആയുസ്സിന് അന്തം വരുന്നു എന്നാണ്, അവസാനം വരുന്നതാണ്. അതിന് മുൻപ് ഈ ശരീരം എപ്പോഴാണോ പതിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്, അതിനു മുൻപ് നീ എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ ഈ ബോധക്കേട്, ഈ വെപ്രാളം കാട്ടിക്കൂട്ടുന്നത്, ഈ ടെൻഷൻ, ഈ അസ്വസ്ഥതകൾ, ഈ നമ്മളിങ്ങനെ മറ്റുള്ള പലതിലേക്കും മയങ്ങിപ്പോകുന്നത് എൻ്റെ ഒരു ബോധക്കേടാണ് എന്ന് പറയുന്നത്. നമ്മൾ ബോധം ഉള്ള അവസ്ഥയും ബോധമില്ലാത്ത അവസ്ഥയും, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് അതേപോലെ മദ്യം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആണ് ഒരാൾക്ക് ബോധക്കേട്, അതായത് നോർമൽ അവസ്ഥയിൽ നിന്ന് അയാൾ വേറൊരു അവസ്ഥയിലേക്ക് മാറുക, സ്വബോധം നഷ്ടപ്പെടുത്തുന്ന. അപ്പോൾ പലരും ടെൻഷൻ കൂടുമ്പോൾ ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൻഡിനെ വേറൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാം മറന്നു പോകണം. അപ്പോൾ കള്ള് കുടിക്കുന്നവൻ, ചാരായം കുടിക്കുന്നവൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ അതിഭീകരമായിട്ടുള്ള ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നിന്ന് അവന് ദുഃഖമില്ലാത്ത, സുഖമുള്ള, ശാന്തത മാത്രമുള്ള ഒരു ലോകം, അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥ അവന് വേണം. അതിനു വേണ്ടിയാണ് അവൻ ഇതൊക്കെ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് താൽക്കാലികമാണ് എന്ന് അവന് തിരിച്ചറിയില്ല. പക്ഷെ പലർക്കും അങ്ങനെ ഒരു അറിവുണ്ട്, ഇത് കുടിച്ചാൽ മാത്രമേ, ഇത് കഴിച്ചാൽ മാത്രമേ തൻ്റെ ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആണ്, അതായത് ഭൗതികമായിട്ടുള്ള നശിച്ചു പോകുന്ന വസ്തുക്കളിൽ മനസ്സ് ഇളകിപ്പോകുന്നു, അതിൽ ഭ്രമിച്ചു പോകുന്നു. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. മദ്യം അല്ലെങ്കിൽ അതിന് അടിമയായിട്ടുള്ള ഒരാൾക്ക് ആ ഒരു അറിവുണ്ടാകുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇവിടെ സാധകനായിട്ടുള്ള ഒരാൾ പറയുന്നു, എനിക്ക് ഇങ്ങനെയുള്ള ഈ മനസ്സിൻ്റെ വിക്രിയകളിൽപ്പെട്ട് എൻ്റെ ജന്മം പാഴാകാതിരിക്കണം, എൻ്റെ ബോധക്കേടൊക്കെ ഒന്ന് എനിക്ക് മാറ്റിത്തരണം. അതിന് പറ്റിയ ഒരാൾ നീ തന്നെയാണ്. അതായത് ആരാണോ ജ്ഞാനം ശരിയായ രീതിയിൽ പകർന്നു തരുന്നത്, വ്യവസ്ഥ ശരിയായ രീതിയിലുള്ള ഒരു ബോധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗുരുക്കന്മാർ, മഹാത്മാക്കൾ അവരൊക്കെയാണ് സാധാരണ ചെയ്തു തരുന്നത്.
പക്ഷേ ആധ്യാത്മികതയുടെ പേരിൽ ഇന്ന് ധാരാളം നമ്മളെ വഴിതെറ്റിച്ച് വിടുന്ന ആളുകളെ നമുക്ക് കാണാം. അതും ഈ മായയാണ്. ഇതുപോലെ മയങ്ങിപ്പോവുകയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന്, മനഃശാന്തിക്ക് വേണ്ടി നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പെട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ പെട്ടുപോകാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മഹർഷിമാർ പറഞ്ഞിട്ടുള്ള അറിവ്, ഗുരുവിൻ്റെ കൃതികൾ, ഉപനിഷത്തുക്കൾ ഒക്കെ നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ച് സാക്ഷാത്കരിച്ച തെളിച്ചം വന്ന ആളുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. പലരും ഈ പുസ്തകം വായിച്ചിട്ട് അവരുടെ രീതിയിൽ അവരർത്ഥം പറയും. അവരിത് സാക്ഷാത്കരിച്ചവരല്ല, അത് അവരുടെ ഒരു കോമൺ സെൻസിൽ നിന്ന് അവർ പറയുന്നതാണ്. ഇപ്പോൾ അക്കാഡമിക്കായിട്ട് ഒരുപാട് ആൾക്കാർ വേദാന്തം പഠിച്ചവരുണ്ട്, അല്ലാതെ വേദാന്തം പഠിച്ചവരുണ്ട്. പക്ഷേ ഇതൊക്കെ അത് അവരുടെ ഒരു മനോധർമ്മം അനുസരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മഹർഷിമാർ സാക്ഷാത്കരിച്ച ആ സത്യത്തെ ബാഹ്യമായിട്ടുള്ള ഒന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അവിടെ മനസ്സിനെ പാകപ്പെടുത്തണം, കൃത്യമായിട്ടുള്ള ഒരു അവബോധമുണ്ടാകണം. മനസ്സിൻ്റെ കാമക്രോധ ലോഭ മോഹമത മത്സര്യാദികളെ തിരിച്ചറിഞ്ഞ് അവിടെയാണ് ഈ ബോധക്കേട് നമുക്കുണ്ടാകുന്നത്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ബോധക്കേട് മാറുകയാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഗുരുവിനെ കണ്ടെത്തി നമ്മളും സാക്ഷാത്കരിക്കുക. അപ്പോൾ മാത്രമാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ആ മൂല്യം, അതിൻ്റെ വ്യക്തത, അതുകൊണ്ട് കരസ്ഥമാക്കേണ്ടുന്ന ആ ഒരു തലം നമുക്ക് പിടികിട്ടിയുള്ളൂ. തീർച്ചയായിട്ടും മനുഷ്യജന്മം പാഴാക്കാതിരിക്കുക. അതിന് ഗുരുവിൻ്റെ ഈ വാണികൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഏവർക്കും നമസ്കാരം.